ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ചെമ്മീൻ വെച്ചിട്ടുള്ള ദം ബിരിയാണി. ഞാൻ മുന്നേ ചിക്കൻ വെച്ചിട്ടുള്ളതും പിന്നെ ബീഫ് വെച്ചിട്ടുള്ളത്, മട്ടൻ വെച്ചിട്ടുള്ളത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെമ്മീനായിട്ടൊന്ന് കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഈദിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ചെമ്മീൻ ദം ബിരിയാണിയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ ആ ചെയ്ത ബിരിയാണീൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചതാട്ടോ. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു മാരിനേഡ് പുരട്ടി കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5-10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ മസാലയിലിട്ടിട്ട് ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഒരു 4 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും സവാള നല്ല സോഫ്റ്റായി കിട്ടണം, എന്നാൽ മാത്രമേ ബിരിയാണിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ, വെരി ലോ ഫ്ലെയിമിലാണ് അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 4 പച്ചമുളകും പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു പീസ് ഇഞ്ചിയും ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടലൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ഇതിന്ന് കുറച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് വേറെ ഒരു പൊടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. ഗരം മസാല ഉണ്ടാക്കുന്നത് ഞാൻ മട്ടൻ ബിരിയാണിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഗരം മസാലയും പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ള തക്കാളി. നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് 1 ടേബിൾ സ്പൂണോളം തേങ്ങയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ്. നമ്മളിതിൽ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, ഇത് ഡയറക്റ്റായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക.
ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുക്കാൻ മീൻസ് ആ ചെമ്മീൻ്റെ ഫ്ലേവർ മസാലയിലേക്ക് നന്നായിട്ട് കിട്ടണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു അരമുറി നാരങ്ങ, പിന്നെ ഞാൻ കുറച്ച് ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടേനും, അപ്പോൾ അത് ഞാൻ കാണിക്കാം. പിസ്ത അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ശരിക്കും നമുക്കിത് ഒരടുപ്പത്ത് മസാലയും ഒരടുപ്പത്ത് നെയ്ച്ചോറും അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ രണ്ടും ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പുതിനയിലാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലി എടുക്കുക. പുതിന അധികം എടുക്കരുത്, ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ്റെ മസാല. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ പെട്ടെന്നൊന്ന് കാണിക്കാം. പിന്നെ ഞാൻ ആദ്യം പിസ്ത, കാഷ്നട്ട്, റൈസിൻസ് ഒന്നും പൊരിച്ചെടുത്തിട്ടില്ല. ഈ ഒരു ഓയിലിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാത്രമൊന്നും ആക്കിയിട്ടില്ല. നെയ്ച്ചോറ് വെക്കാനുള്ള പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ ഒരു വലിയ സവാള കേട്ടോ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ പിന്നെ എടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാഷ്നട്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു പൊടി കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് തന്നെ ആയിക്കോളും. സവാള നല്ല കളറ് മാറിയിട്ട് ഇതൊന്നും ഇടാൻ നിൽക്കരുത്. പിന്നെ കളറ് മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ കാഷ്നട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാഷ്നട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഒരു പിടി റൈസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസൻസ് പിന്നെ പെട്ടെന്നാവുമല്ലോ, അപ്പോൾ അതാണ് അവസാനം ഇട്ട് കൊടുത്തത്. ഈ ഒരു കളറായി കിട്ടിയാൽ മതി. പിന്നെ തണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് കൊണ്ട് അത്യാവശ്യം കളറൊക്കെ ആയി കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പൊക്കയിൽ വെച്ചിട്ട് ഇത് കോരിയെടുക്കാം. നന്നായിട്ട് ഓയിൽ കളയണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയുടെ പീസൊക്കെ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ അരി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബസ്മതി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി വെച്ചിട്ട് ഇത് ചെയ്യാം. ഈ റൈസ് ഞാൻ കുതിർത്തി വെക്കലൊന്നുമില്ല, കഴുകി എടുത്തിട്ട് അരിപ്പയിലിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 3.5 കപ്പോളം നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 ഭാഗം നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ പീസ് പട്ട. പിന്നെ ഈ ഒരു ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പീസ് ബേ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കറിവേപ്പില. നെയ്ച്ചോറിന് കറിവേപ്പില പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ബിരിയാണി ജീരകം എന്നൊക്കെ പറയുന്ന ഷാഹി ജീരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് തിളച്ച് കഴിഞ്ഞ് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അട്ടിയിട്ട് കൊടുക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാനായാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്നൊന്നും അങ്ങനെ അടിക്ക് പിടിക്കില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കും. വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞാലും റൈസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യില്ല, വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ നെയ്ച്ചോറ് ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതിൽ നെയ്ച്ചോറൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചെമ്മീൻ മസാല കംപ്ലീറ്റ് തന്നെ താഴ്ഭാഗത്ത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ലെയർ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, റൈസ് മാത്രമേ ലെയർ ചെയ്യുന്നുള്ളൂ. മസാല ഞാൻ ലെയർ ആയിട്ട് ചെയ്യുന്നില്ല. പിന്നെ മസാല ഓവറായി പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മസാല എടുത്തിട്ട് മുകളിൽ നിന്ന് ചോറ് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ആദ്യം ചെമ്മീൻ മസാല ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസില്ലേ, അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി, കാഷ്നട്ട്, റൈസൻസ്, പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 2-3 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത്, അവിടെ ഇവിടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. എന്നിട്ട് ബാക്കിയുള്ള ചോറ് വെച്ച് കൊടുക്കുക. സെയിം റിപ്പീറ്റ് ചെയ്യാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉമ്മയൊക്കെ ചെയ്യാറുണ്ട്. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ തന്നെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് മാറ്റാണ്. ഒരു 10 മിനിറ്റാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പറഞ്ഞ സമയമൊക്കെ ആയിട്ടുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് മുകളിലുള്ള റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റും. ഇനിയിപ്പോൾ സെർവ് ചെയ്യാണ്. പ്ലേറ്റ് എടുത്തിട്ട് ഫസ്റ്റ് മസാലയാണ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള റൈസ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യാറുള്ളത്. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യാറില്ല. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചെമ്മീൻ്റെ പീസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുമ്പേ ചെയ്ത ബിരിയാണിയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈദ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. താങ്ക് യു.